കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഗ്ലാസ് പോലും മാറിയില്ല വണ്ടി, എവിടെ ഒരു ക്വാർട്ടർ ഗ്ലാസ് പോലും വണ്ടി മാറിയില്ല. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല ലെതർ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ, സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫ്രണ്ട് ഗ്രില്ല് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. റൂഫ് റെയിൽ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാ ഫിറ്റിംഗുള്ള വണ്ടി 80% അബൌട്ട് ടയേഴ്സും ഉണ്ട്. വണ്ടി മിയാമി അല്ല? അതെ അതെ. ഓക്കെ, വെറും ഒരു ഇയർ എൻഡ് ഓഫർ അല്ല, അതൊക്കെ മേലെ ഒറ്റ വില മാത്രമേ പറയുന്നുള്ളൂ. ഇനി കൂട്ടലും കുറക്കലും ഒന്നുമില്ല കേട്ടോ. ഞാൻ ഇന്നുള്ളത് മാറഞ്ചേരിയിലെ റോയൽ യൂസർ കാർ ഷോറൂമിലാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇവിടെ അടുത്തൊരു വീഡിയോ ചെയ്തിരിക്കണല്ലോ അല്ലേ? ഞാൻ ചെയ്തതാണ്, പക്ഷെ ഇന്നലെ ഇവിടെ എന്നോടൊപ്പം റാഷിദാണ്. ഇനിയിപ്പോൾ പുതിയ ആൾ വീഡിയോയിൽ കയറിയിട്ടുണ്ടെങ്കിൽ റാഷിദ് ഭായിനെ അറിയില്ലല്ലോ. അപ്പോൾ റാഷിദ് ഭായ് എന്തൊക്കെയുണ്ട്? റാഷിദ് ഭായ് ഇന്നലെ എന്നെ വിളിച്ച് എന്നോട് പറഞ്ഞ് വീഡിയോ ചെയ്യണം അലിസ് ഭായ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു മൂപ്പരോട് നമ്മളിപ്പോൾ അടുത്ത് ചെയ്തതാണല്ലോ. അപ്പം മൂപ്പര് പറയാണ് ഫുള്ള് ഓഫർ ഇട്ട് കൊടുക്കാം. നമ്മൾ അന്നാൾ പറഞ്ഞ വില അല്ല, ഫുള്ള് നമുക്ക് കുറച്ച് കൊടുക്കാം. ഇപ്പോൾ ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ ആണല്ലോ. അപ്പോ റാഷിദ് ഭായ് എന്താണ് മെയിൻ ആയിട്ട് എന്ത് കാരണം? എന്ത് ഒന്നുമില്ല, എല്ലാവരും മൊത്തത്തിൽ ആഘോഷങ്ങളാണല്ലോ. ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ ആയിട്ട് നമുക്ക് വില കുറച്ച് കൊടുക്കാം. അങ്ങനെ വില കുറച്ച് കൊടുക്കാൻ നമ്മുടെ വണ്ടിക്ക് യാതൊരു കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ എടുക്കുന്ന ലാഭം കുറച്ച് കൊടുക്കാത്രേ ഉള്ളൂ. അതെ അതെ, മൂപ്പര് ഉദ്ദേശിക്കുന്നത് മൂപ്പര് എടുക്കുന്ന ലാഭം കുറച്ച് കൊടുക്കാം, ചെറിയ ലാഭം എടുത്തിട്ട് വണ്ടി കൊടുക്കാം. മൊത്തത്തിൽ ആഘോഷങ്ങളാണ് നടക്കുന്നത്. ന്യൂ ഇയറും ക്രിസ്മസ് ഒക്കെ ആയിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം. നമ്മൾക്ക് ലാഭം കുറച്ച് കൊടുക്കാന്നുള്ളതാണ്. അല്ലാണ്ട് നമ്മളെ വണ്ടികൾക്ക് കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെക്ക് ചെയ്തിട്ട് ചെയ്തോട്ടെ. ഇവിടെ അടുത്ത് വർക്ക്ഷോപ്പ് വണ്ടികളൊക്കെ ഹിസ്റ്ററി നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. അവർക്ക് ചെക്ക് ചെയ്തിട്ട് എടുക്കാം, വണ്ടി ഒരു കുഴപ്പമില്ല. അങ്ങനെ പറയാതെ കൊടുത്തിട്ട് കാര്യമില്ല. ഇല്ല, നമുക്ക് അവർ പ്രാവശ്യം ഇന്നല്ല നാളെ അത് അതിന്റെ ബുദ്ധിമുട്ടാവും. നമുക്ക് നമ്മളെ കസ്റ്റമർ പോകുന്നതാണ് നമ്മളെ മെയിൻ പ്രശ്നം. നമ്മളെ കസ്റ്റമർ വിസാൻ പാടില്ല. നമുക്ക് ആ കസ്റ്റമർ വഴി വേറൊരാളെ കസ്റ്റമർ കൂടി നമുക്ക് കിട്ടണം. അങ്ങനെയുള്ള ഒരു റേറ്റും അതിനുള്ള ഒരു ക്വാളിറ്റിയുള്ള ഒരു വണ്ടി നമ്മൾ കൊടുക്കണം. അതെ. പിന്നെ ഇവിടെ ഇപ്പൊ നിലവിൽ സ്റ്റോക്ക് ഉള്ളത് ഒരു 5 7 സീറ്റർ വണ്ടി ഉണ്ട്. ഇന്നോവ ക്രിസ്റ്റ അടക്കം കുറച്ച് വണ്ടികളുണ്ട്. അതുപോലെ തന്നെ പിന്നെ ചെറുവണ്ടികളാണ് ഇവിടെ മാക്സിമം 20 വണ്ടിയുണ്ട്. എല്ലാ വണ്ടിയും ഈ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരും. അപ്പോ റാഷിദ് ഭായ് നമുക്ക് ഓരോ വണ്ടികളായിട്ട് നമുക്ക് പ്രഷർക്ക് കാണിച്ചു കൊടുക്കാം അല്ലെ? അപ്പൊ നേരെ വണ്ടിയിലേക്ക് പോകാം. അങ്ങനെ ആദ്യമായിട്ട് ജനപ്രിയ വണ്ടിയായ സ്വിഫ്റ്റ് കാറിൽ നമുക്ക് തുടങ്ങാം. റാഷിദ് ഭായ് ഇത് മോഡൽ എത്ര? ഇത് 2016 മോഡൽ സ്വിഫ്റ്റ് VXi. ഓക്കെ, 1,30,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ടയർ 4 പുതിയ ടയറാണ്. വേറെ മേജർ ആയിട്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. ഇത് നമ്മൾ നോർമലി 4 രൂപ ചോദിച്ചിരുന്ന വണ്ടിയാണ്. ഓഫർ ആയിട്ട് നമ്മൾ 4 ലക്ഷം രൂപ കൊടുക്കും. അത് ഫുള്ള് ലോൺ ഇട്ട് കൊടുക്കും. 4 രൂപക്ക് 4 രൂപ ചോദിച്ചുകൊണ്ടായിരുന്ന വണ്ടിയാണ്. 50,000 രൂപ കുറച്ചിട്ടാണ് പറഞ്ഞത്. 4 രൂപക്ക് തരുന്ന പറയുന്നത്. 2016 VXi സിംഗിൾ ഇത് വണ്ടി പെട്രോൾ വണ്ടിയാണ് കേട്ടോ. VXi ആണ് വേരിയന്റ് വരുന്നത്. പിന്നെ ആക്സിഡന്റ് തട്ടുമുട്ട് ഒന്നുമില്ല. നല്ല വണ്ടി. ഇതിന് മാക്സിമം ഫിനാൻസ് എത്ര കിട്ടും? ഇത് നമുക്ക് ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫുള്ള് ലോൺ ഓക്കെ. നല്ല സിവിൽ സ്കോർ നല്ല ട്രാക്ക് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഫുള്ള് ലോൺ കേട്ടോ. ഒരു ഉപ്പ വേണ്ട. 4 ലക്ഷം രൂപയാണ് പറയുന്നത്. 2016 മോഡലാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നു കേട്ടോ. ഇത് ഒരു സ്വിഫ്റ്റ് ഡീസൽ വണ്ടി നമുക്ക് നോക്കാം. ഇത് എത്ര മോഡലാണ് റഷീദ് ഭായ്? 2018 മോഡൽ LDI വണ്ടിയാണ്. LDI ആണ് ഓപ്ഷൻ വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. ഓക്കെ, ഇത് ഓടിയിട്ടുള്ളത് 84,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതിന് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഹിസ്റ്ററിയിലുണ്ട്. മേജർ ആയിട്ടുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ടയർ 4 അത്യാവശ്യം ഒരു 80% അബവ് ഉള്ള ടയേഴ്സ് ആണ്. ഇൻഷുറൻസ് ഫുൾ കവർ നമ്മൾ പുതിയതാണ്. ഇന്റീരിയർ ഭാഗത്ത് സ്റ്റീരിയോ ഉണ്ട്, സീറ്റ് കവർ ഉണ്ട്, എല്ലാം ഓക്കെ ആണ്. ഉള്ളു പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് വണ്ടിയാണ്. സ്ക്രാച്ചസും കാര്യങ്ങളൊന്നും ഇല്ല ബോഡിമില്. നല്ല വൃത്തി. ഇതിന് നിങ്ങൾ എത്ര ആസ്കിംഗ് പ്രൈസ്? ഇത് നമ്മൾ 5.5 രൂപ പറഞ്ഞിരുന്ന വണ്ടിയാണ്. 5.5 ചോദിച്ചോണ്ടായിരുന്നു. 5.5 ലക്ഷം രൂപ നമ്മൾ ചോദിച്ചിരുന്ന വണ്ടിയാണ്. ഇത് നമ്മൾ ഫൈനലായിട്ട് 5,25,000 രൂപ കൊടുക്കും. 5,25,000 കൊടുക്കും. ഡീസൽ വണ്ടി ഉണ്ടത്. 5.50 അല്ലേ ചോദിച്ചോണ്ടേ? 25,000 രൂപ കുറച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. 5,25,000. 5,25,000 രൂപ. ഇവിടെ പറയുന്നത് ഒരേ വില കേട്ടോ. എനിക്ക് കുറയാനൊന്നും ഇല്ല. ഫൈനൽ റേറ്റ് ആണ് ഇവിടെ പറയുന്നത്. 2018 മോഡൽ സ്വിഫ്റ്റ് ഡീസൽ വണ്ടിയാണ്. LDI ആണ് ഓപ്ഷൻ വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. അഡീഷണൽ കേറ്റിയിട്ടുണ്ട്. ഓക്കെ, എന്താണ് അഡീഷണൽ കേറ്റിക്കുന്നത്? പവർ വിൻഡോ നമ്മൾ അഡീഷണൽ കേറ്റിയിട്ടുണ്ട്. സ്റ്റീരിയോ ഉണ്ട്. പവർ വിൻഡോ വരുന്നില്ല, അത് നിങ്ങൾ കേറ്റിയാണ്. ഓക്കെ. പിന്നെ 5.50 ചോദിക്കുന്നുണ്ട്. 5.25 ലാസ്റ്റ് തരും. മാക്സിമം ഫിനാൻസും കിട്ടും. മാക്സിമം ഫിനാൻസ് കിട്ടും. ഫുള്ള് ഇല്ലെങ്കിൽ നമുക്ക് ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി നിങ്ങൾക്ക് ലോൺ ഇട്ട് കൊണ്ടുപോകാം. അപ്പൊ ബാണെങ്കിൽ വന്നോ. ഗുജറാത്ത് റൈസണിൽ വരുന്ന ഒരു വണ്ടി നമുക്ക് നോക്കാം. ഇത് മോഡൽ എത്രയാണ് റഷീദ് ഭായ്? ഇത് 2015 മോഡൽ G4 ഇന്നോവ. ഓക്കെ, വണ്ടി ഓടിയിട്ടുള്ളത് 2 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ട് വണ്ടി കറക്റ്റ് സർവീസ് ഉണ്ട്. എല്ലാ 15,000 വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. കാര്യമായിട്ടുള്ള തട്ടുമുട്ട് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടുള്ള വണ്ടി. ഒരു ക്വാർട്ടർ ഗ്ലാസ് പോലും മാറിയിട്ടില്ല. അതൊരു പണി പെൻഡിംഗ് ഇല്ല. എല്ലാ വർക്കും നമ്മൾ കഴിച്ചു നിർത്തിയതാണ്. ടയർ നോക്കുകയാണെങ്കിൽ 80% അബൌട്ട് ടയർ ഉണ്ട്. ഇന്റീരിയറിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു സീറ്റ് കവർ ഉണ്ട്. പിന്നെ സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ഉണ്ട്.
ഓക്കെ വണ്ടി പഞ്ഞി ഒന്നും ചെയ്യാൻ ഒരു രൂപ പോലും ചെലവാക്കാല്ല. മെയിൻ ഗ്ലാസ് ഒന്നും റീപ്ലേസ് ഒന്നും മാറിയില്ല. ഇല്ലല്ലോ. ഓക്കെ, വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെയാണല്ലോ. നല്ല ക്വാളിറ്റി വണ്ടി, എന്താ പറയാ, ഒരു സ്ക്രാച്ച് പോലും വണ്ടിമില്ല, അത്രയും ക്വാളിറ്റി വണ്ടി. ഓക്കെ, 2015 മോഡൽ G4. അതെ. ഓക്കെ, ഇതിപ്പോ നിങ്ങൾ NOC വിൽക്കുന്നത് അല്ല, നമ്പർ ആക്കി കൊടുക്കും, കസ്റ്റമർക്ക് നമ്പർ ആക്കി കൊടുക്കും. നമ്പർ ആക്കി കൊടുക്കും അല്ലേ? ഓക്കെ, അപ്പൊ നമ്പർ ആക്കിയിട്ട് എത്രയാണ് നിങ്ങൾ ചോദിക്കുന്നത്? ഈ വണ്ടി നമുക്ക് ഇവിടെ നമ്പർ ആക്കിയിട്ട് 8,40,000 രൂപ കൊടുക്കും ഫൈനൽ. നമ്പർ ആക്കിയിട്ട് 2015 മോഡൽ G4 ആണ്, 8,40,000 ഫൈനൽ പ്രൈസ് ആണ് മൂപ്പര് ചോദിക്കുന്നത്. അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ. നല്ലൊരു അടിപൊളി ഇന്നോവ ക്രിസ്റ്റ നമുക്ക് നോക്കാം. ഇത് ക്രിസ്റ്റ MH റേസിലാണ് ഉള്ളത്, നമ്പർ ആയിട്ടില്ല. ഇത് ഓട്ടോമാറ്റിക്കാ മാനുവലാ വണ്ടി? മാനുവൽ വണ്ടിയാണ്. മോഡൽ 2018 മോഡൽ G4. ഇത് ഓടിയിട്ടുള്ളത് ആകെ 97,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ട്. ഹിസ്റ്ററി നമ്മളതിൽ അവൈലബിൾ ആണ്. ഹിസ്റ്ററി കറക്റ്റ് ഹിസ്റ്ററി വണ്ടി സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്നത് തന്നെ. ഇപ്പൊ ഇനിയിപ്പോ കേരള നമ്പർ ആകുമ്പോൾ സെക്കൻഡ് ഓണർ. ഓക്കെ, വണ്ടി എന്ത് പാട്? വണ്ടി വർക്കുകളും കാര്യങ്ങളൊന്നും പെൻഡിംഗ് ഇല്ല. വണ്ടി നമുക്ക് കസ്റ്റമർക്ക് ഉണ്ടായ ഉപയോഗിക്കാനുള്ള സകല കണ്ടീഷനുള്ള വണ്ടിയാണ്. റീപ്ലേസ് ഒന്നും മാറിയില്ല. മെയിൻ ഗ്ലാസ് പോലും മാറിയില്ല. കറക്റ്റ് നല്ല വണ്ടിയല്ല. എത്ര ചോദ്യം? ഇത് നമുക്ക് ഇവിടെ NOC-ൽ 14 ലക്ഷം രൂപ കൊടുക്കാം ഫൈനൽ. NOC-ൽ ആണെങ്കിൽ 14 ലക്ഷം രൂപ. ഇനിയിപ്പോ നിങ്ങൾ നമ്പർ ആക്കി കൊടുക്കണമെങ്കിൽ 16 ലക്ഷം രൂപയോളം വരും. ചിലപ്പോൾ ചെറിയ കുറച്ചിലുണ്ടാവും, എന്നാലും 16 ലക്ഷം രൂപ നമ്മൾ പറയുമ്പോൾ അതിന് എന്താ നമുക്ക് RTO ചാർജസ് കുറയുന്ന കസ്റ്റമർക്ക് നമുക്ക് കുറച്ച് കൊടുക്കും അല്ലേ? ഓക്കെ, NOC-ൽ ഇപ്പൊ നിങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ 14 ലക്ഷം രൂപയ്ക്ക് മുമ്പിൽ തരും. ആകെ വണ്ടി ഓടിയുള്ള 97,000 കിലോമീറ്റർ ആട്ടോ, ഹൈ ക്വാളിറ്റി വണ്ടി തന്നെ. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് വണ്ടി. ഓക്കെ, അപ്പോ ഏതൊരു കസ്റ്റമറിനും വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ വണ്ടി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ തരുന്നുണ്ടല്ലോ. അപ്പൊ നോക്കി കളി വേണമെങ്കിൽ വന്നോ. വിറ്റാര ബ്രസ്സ നമുക്ക് നോക്കാം. ഇത് ഡീസൽ വണ്ടി അല്ലേ? അതെ, ഡീസൽ വണ്ടി. ZDI പ്ലസ് ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ്. ഓക്കെ, മോഡൽ 2016 മോഡൽ തന്നെ. വണ്ടി ഓടിയിട്ടുള്ളത് 1,38,000 കിലോമീറ്റർ ആണ്. കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉള്ളതാണ്. അതെ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഗ്ലാസ് പോലും മാറിയില്ല വണ്ടി, എവിടെ ഒരു ക്വാർട്ടർ ഗ്ലാസ് പോലും വണ്ടി മാറിയില്ല. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല ലെതർ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ, സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫ്രണ്ട് ഗ്രില്ല് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. റൂഫ് റെയിൽ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാ ഫിറ്റിംഗുള്ള വണ്ടി. 80% അബൌട്ട് ടയേഴ്സും ഉണ്ട്. വണ്ടി മിയാമി അല്ല? അതെ അതെ. ഓക്കെ, വേറെ അപാകതകളൊന്നും ഇല്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. അത് കൊണ്ടുപോയിട്ട് കസ്റ്റമർക്ക് ഒന്നും ചെയ്യാനില്ല. ജസ്റ്റ് ഒരു ഓയിൽ സർവീസ് ചെയ്യണം എന്നുള്ളവർക്ക് ചെയ്യാന്നല്ലാണ്ട് വേറെ വണ്ടിക്ക് പെൻഡിങ് വർക്കുകൾ കാര്യങ്ങളൊന്നുമില്ല. ഇല്ല, മെക്കാനിക്കൽ പരമായിട്ട് വന്നിട്ട് ഒരു മെക്കാനിക്കായിട്ട് വന്ന് ചെക്ക് ചെയ്തെടുക്കാൻ പറ്റിയല്ല. എണ്ണടിച്ചാ ഓടാ, അത്രേ ഉള്ളൂ. ഇതിനെത്ര വില ചോദിക്കണേ നിങ്ങൾ? ഇത് നമ്മൾ ഫൈനല് 6,75,000 രൂപ കൊടുക്കും. 6,70 കൊടുക്കാം. നിങ്ങൾ പറഞ്ഞ 2016 ZDI പ്ലസ്. ഇവിടെ നമുക്ക് വീണ്ടും ഒരു സ്വിഫ്റ്റ് കാർ നമുക്ക് നോക്കാം. ഇവിടെ 4 വണ്ടി ഉണ്ട് കേട്ടോ, സ്വിഫ്റ്റ് കാർ. ഇത് ഡീസലാ പെട്രോളാ? ഡീസൽ വണ്ടി. ഓക്കെ, മോഡൽ 2018 മോഡൽ VDI. വണ്ടി ഓടിയിട്ടുള്ളത് 1 ലക്ഷം കിലോമീറ്റർ ആണ്. കറക്റ്റ് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അലോയ്സ് കാര്യങ്ങളുണ്ട്. വീതി കൂടിയ ടയർ, റിവേഴ്സ് ക്യാമറ, 9 ഇഞ്ച് സ്റ്റീരിയോ, സീറ്റ് കവർ എക്സ്ട്രാ കേറ്റിയുള്ള സീറ്റ് കവർ ഒക്കെ പുതിയ ചെയ്തുള്ള സീറ്റ് കവറാണ്. വണ്ടി എന്ത് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വണ്ടി നല്ല നീറ്റാണ്, ഓടിക്കാനൊക്കെ നല്ല അപാകതകൾ മെക്കാനിക് വർക്ക് ആയാലും പെൻഡിംഗ് ഒന്നുമില്ല. ഫുള്ളാണ്. സ്ക്രാച്ചുകൾ കാര്യങ്ങളൊന്നുമില്ല. ഇത് നമ്മള് ഫൈനലായിട്ട് 5,95,000 രൂപ കൊടുക്കും. 5,95,000 കൊടുക്കും ഫൈനൽ. 2018 മോഡലാണ്. ഓപ്ഷൻ വരുന്ന വീഡിയോ ഓപ്ഷൻ ആണ്, ഡീസൽ ആണ്. 5,95 ഫൈനൽ. ഓക്കെ, ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്നു കേട്ടോ. ഇറ്റിയോസ് ലിവ നമുക്ക് നോക്കാം. ഇത് മോഡൽ എത്ര? ഇത് 2012 മോഡൽ GD. ഓക്കെ, GD ആണ് ഓപ്ഷൻ വരുന്നത് അല്ല? ഡീസലാണ്. അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്ന വണ്ടി അല്ല? അത്യാവശ്യം മൈലേജ് കിട്ടും വണ്ടി. 20 മൈൽ എന്തായാലും മൈലേജ് കിട്ടും നമുക്ക്. വണ്ടി എന്ത് പാട്? വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല കണ്ടീഷനാണ് വണ്ടി. ഓക്കെ, മെക്കാനിക്കൽ പരമായിട്ട് എന്ത് പാട്? ഇത് മെക്കാനിക്കൽ പരമായിട്ട് കുഴപ്പമൊന്നുമില്ല, ഓടാൻ അത്യാവശ്യം മെക്കാനിക്കൽ കണ്ടീഷൻ വണ്ടിയാണ്. ഓക്കെ, മോഡൽ എത്ര പറഞ്ഞു നിങ്ങൾ? 2012 ന്യൂ ടൈപ്പ് ആക്കിയിട്ടുണ്ട് വണ്ടി. പുതിയ ഷേപ്പിലേക്ക് മാറിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, വണ്ടി വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. ഓക്കെ, ഇത് നമുക്ക് ഫൈനലായിട്ട് ഒരു 2,95,000 രൂപ കൊടുക്കാം. 2,95 കൊടുക്കാം. 2012 എറ്റിയോസ് ലിവ GD. ഓക്കെ, ന്യൂ ടൈപ്പ് ആക്കി വണ്ടിട്ടാ. ഇന്റീരിയർ, സീറ്റ് കവർ, വുഡൻ ഫിനിഷുള്ള കാർണിഷുകൾ ഒക്കെ കയറ്റിയിട്ടുണ്ട്. 2012 മോഡല് ഇറ്റിയോസ് ലിവ ഒക്കെ ചോദിക്കുന്നത് 2,95 ആണ്. ഫൈനൽ റേറ്റ് ആണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പൊ ബാണാങ്ക് വിളിച്ചോ. MH റൈസനിൽ വരുന്ന ഒരു വാഗനർ നമുക്ക് നോക്കാം. ഇത് മോഡൽ എത്രയാണ്? ഇത് 2016 മോഡൽ. ഓക്കെ, CNG ഫിറ്റഡ് ആണ് വണ്ടി. CNG ഉണ്ട് ഇതില്? CNG ഉണ്ട്. ഓക്കെ, 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. 1 ലക്ഷം കിലോമീറ്റർ വണ്ടി. ഓക്കെ, പെട്രോൾ പോവും, CNG പോകും. പെട്രോളും CNG. ഓക്കെ, ഓണർഷിപ്പ് സിംഗിൾ ആണ്. ടയറൊക്കെ 80% അബൌ ടയറുകളുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വണ്ടിമില്ല. വണ്ടി നമ്മൾ CNG ആകുമ്പോൾ നമുക്കൊരു 30 കിലോമീറ്റർ മൈലേജ് എന്തായാലും കിട്ടുമല്ലേ? ഏറ്റവും ചുരുങ്ങിയത്. ഓക്കെ, ഇത് ഓപ്ഷൻ വരുന്ന VXI അല്ലേ? LXI ഓപ്ഷൻ വരുന്നതാ. മെയിൻ ഗ്ലാസ് ഒന്നും റീപ്ലേസ് ഇല്ലല്ലോ? ഒന്നും മാറിയില്ലല്ലോ. ഇതിപ്പോ നമ്പർ ഇപ്പൊ മാറ്റണം. നമുക്കിത് മാറ്റിയിട്ട് നമ്പർ ആക്കി നമുക്ക് ഇവിടെ നമ്പർ ആക്കിയിട്ട് 2,85,000 രൂപക്ക് ഫൈൻ കൊടുക്കാം.
നമ്പർ ആക്കിയിട്ട് 285 നിങ്ങൾ കൊടുക്കും. ഫൈനൽ കൊടുക്കും. 2016 മോഡൽ വാഗനർ CNG ഫിറ്റഡ്, നല്ല മൈലേജ് ഉള്ള നല്ല ഉഷാറുണ്ട്. ഓക്കെ, അപ്പോ വാങ്ങാൻ വിളിച്ചോ. നമുക്കൊരു ഇന്നോവ കാരവൻ നമുക്ക് പരിചയപ്പെടാം. കാരവൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഹൈലൈറ്റ് സെപ്പറേറ്റ് സീറ്റുകളാണ്. ബാക്കിൽ 2 സീറ്റ് ഉള്ളൂ. 2 സീറ്റേ ഉള്ളൂ. TV, ഫ്രിഡ്ജ്, അങ്ങനെയുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് യാത്രാസുഖം അടിപൊളിയാണ്. ലോങ് യാത്രയൊക്കെ ചെയ്യുന്നവർക്ക് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങി പോവാം. ഓക്കെ, ഇത് മോഡൽ എത്ര? 2012 G4 ഇന്നോവ വണ്ടി. DC മോഡിഫൈഡ് ആട്ടാ. മോഡിഫിക്കേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, DC മോഡിഫൈഡ് അത്യാവശ്യം എക്സ്പെൻസ് വരും. ഓക്കെ, ഇതിപ്പോ കേരള നമ്പർ ആയിട്ടില്ലല്ലോ. ഇത് കേരള നമ്പർ ആയിട്ടില്ല. ഇത് നമുക്ക് NOC കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു പ്രൈസിന് കൊടുക്കാം. ഓക്കെ, NOC കൊടുക്കണമെങ്കിൽ ഇത് നമുക്ക് NOC കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫൈനൽ ആയിട്ട് ഒരു 7,40,000 രൂപ കൊടുക്കാം. 7,40,000 കൊടുക്കല. നമ്പർ ആക്കിയിട്ടാണെങ്കിൽ RTO ചാർജസ് കുറച്ച് പൈസ കൂടി വരും. ഒരു 8,15 ലക്ഷം രൂപ വരും. ആ ഒരു റേഞ്ച് ഇതിന് വരുന്നുണ്ട്. വണ്ടി വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓടിക്കാനൊക്കെ നല്ല അടിപൊളി വണ്ടിയാണ്. 80% ടയർസ് ഉണ്ട്. എല്ലാ സാധനങ്ങളും വർക്കിംഗ് ആണ്. ഈ ഫ്രിഡ്ജ് വർക്കിംഗ് ആണ്. അതുപോലെ നമ്മുടെ TV, ഡിഷ് എല്ലാം വർക്കിംഗ് ആണ്. എല്ലാം വർക്കിംഗ് ആണല്ലേ. ഓക്കെ, വണ്ടി ഇപ്പൊ നിലവിൽ നല്ല കണ്ടീഷനിൽ തന്നെയാണ്. ഓക്കെ, ആൾട്ടോ 800 നമുക്ക് നോക്കാം. ഇത് മോഡൽ എത്ര? ഇത് 2015 12 വണ്ടിയാണ്. 16 രജിസ്ട്രേഷൻ. 16 രജിസ്ട്രേഷൻ. ഓക്കെ, വണ്ടി ഓടിയിട്ടുള്ളത് 86,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. വണ്ടിമേ ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. സീറ്റ് കവർ ഒരു കുഴപ്പമില്ലാത്ത സീറ്റ് കവർ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരു സ്റ്റീരിയോ ഉണ്ട്. ടയറൊക്കെ നോക്കുമ്പോൾ 80% അബൌട്ട് ടയേഴ്സ് ഉണ്ട്. എല്ലാം അത്യാവശ്യം നല്ല ടയേഴ്സ് ആണ്. ഓക്കെ, 4 കടമ്പുത്ത ടയർ. അതെ. ഓക്കെ, വണ്ടി വേറെ തട്ടിമുട്ട് വണ്ടി നമുക്ക് ഫുൾ കവർ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം. അത് കൊടുത്തിട്ട് നമുക്ക് 2,15,000 രൂപ ഫൈൻ കൊടുക്കും. 2,10 2,10 കൊടുക്കാം. 2,10 2015 മോഡല് 16 റേസറാണ്. മെയിൻ ആയിട്ട് നോക്കേണ്ടത് വണ്ടി ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ല കേട്ടോ. നല്ല പക്ക വണ്ടിയാണ്. പിന്നെ ആകെ 85 ഓടിയിട്ടുള്ളത്. ഇതിന് ചോദിക്കുന്ന 2,10 ചോദിക്കുന്ന ഫൈനൽ റേറ്റ് ആണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്നോ കേട്ടോ. ഇയോൺ നമുക്ക് നോക്കാം. ഇത് മോഡൽ എത്ര റാഷിദ് ഭായ്? ഇത് 2018 മോഡല്. രണ്ടാമത്തെ ഓണർഷിപ്പ്. 87,000 കിലോമീറ്റർ ഓട്ടം. കമ്പനി സർവീസ്. ഓക്കെ, KL 54 വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് മേജർ കംപ്ലൈന്റ്സ് ഒന്നും വണ്ടിക്കില്ല. ഏത് ഓപ്ഷൻ ആണ്? വണ്ടി വരുന്നത് എറ പ്ലസ് ആണല്ലേ. തട്ടുമുട്ട് വരക്കൊന്നുമില്ല. ഇല്ല, മേജർ കംപ്ലൈന്റ്സ് ആയിട്ട് യാതൊന്നും വണ്ടി. നല്ല വണ്ടി. മെക്കാനിക്കൽ പരമായിട്ട് ഒന്നും ചെയ്യാനില്ല. എണ്ണടിച്ചോടാ. ഓക്കെ, നല്ല വണ്ടിയാണ്. എന്താ പറയാ, ടയറൊക്കെ നോക്കുകയാണെങ്കിൽ 80% അബൌട്ട് ടയേഴ്സും ഉണ്ട്. ഒക്കെ പുതിയ ടയറുകളാണ്. ഇൻഷുറൻസ് ഫുൾ കവർ നമ്മൾ എടുത്തു കൊടുക്കും. എന്നിട്ടുള്ള വില 2,30,000 രൂപ കൊടുക്കും ഫൈനലി. എത്ര? 2,30,000 രൂപ. മോഡൽ എത്ര പറഞ്ഞ? 2018 മോഡൽ വണ്ടി. 2018 മോഡലാണ്. ഏകദേശം ഈ പ്രൈസ് നമുക്ക് ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. എറ പ്ലസ് ആണ് ചോദിക്കുന്നത്. 2,30 ആണ്. അപ്പൊ പെട്ടെന്ന് വന്നോട്ടാ. ഉണ്ടായി i10 ഗ്രാൻഡ് എത്ര മോഡലാണ്? 2015 12 വണ്ടി. ഓക്കെ, വണ്ടി ഓടിയിട്ടുള്ളത് 70,000 കിലോമീറ്റർ ആണ്. ഓക്കെ, പിന്നെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ടയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഓടുള്ള ടയർ ഉണ്ട്. ഇൻഷുറൻസ് ഫുൾ കവർ ഉണ്ട്. ഇന്റീരിയർ ആണെങ്കിലും അത്യാവശ്യം നീറ്റ് ആണ്. ഫാബ്രിക് സീറ്റ് കവർ ആണ്. കമ്പനി വരുന്ന സീറ്റ് കവർ ആണ്. നല്ല നീറ്റ് ആണ് സാധനം. വണ്ടി റീപ്ലേസ് ഒന്നുമില്ല. ഒരു ക്വാർട്ടർ ഗ്ലാസ് പോലും വണ്ടി മാറിയിട്ടില്ല. നല്ല വണ്ടിയല്ല. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. നല്ല അടിപൊളി. മെക്കാനിക് പരമായിട്ട് നിങ്ങൾ ഒരു രൂപ പോലും വണ്ടി ചെലവാക്കണ്ട. കൊണ്ടുപോയാലും എണ്ണടിച്ച് ഓടാൻ പറ്റും തന്നെ. എത്ര ചോദിക്കണേ? ഇത് നമുക്ക് ഫൈനൽ ആയിട്ട് 3,20,000 രൂപ കൊടുക്കാം. 2015 മോഡൽ. 15 മോഡൽ i10 ഗ്രാൻഡ്. ഓക്കെ, ചോദിക്കുന്നത് 3,20 ഫൈനൽ കൊടുക്കും. ലാസ്റ്റ് 3,20 ആണ്. വാങ്ങാൻ വിളിച്ചോ. ഇവിടെ നമുക്ക് ഒറിജിനൽ കേരള ഇന്നോവ കാർ നമുക്ക് നോക്കാം. ഇത് മോഡൽ എത്ര? ഇത് 2007 മോഡൽ. ഓക്കെ, വണ്ടി എന്തുപാട്? വണ്ടി കുഴപ്പമില്ല. എത്ര ഓടിയിട്ടുണ്ട്? വണ്ടി 2,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ തട്ടുമുട്ട് വർക്ക് ഇല്ല. അങ്ങനെ മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, എത്ര ഓടിയിട്ടുള്ളത്? 2,00,000 കിലോമീറ്റർ. 2 ഓടിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, അത്യാവശ്യം ടയറൊക്കെ ഉള്ളതാണ് അല്ലേ. ടയർ എക്സ്ട്രാ അലൈസ് ഉണ്ട്. അലൈസ് കാര്യങ്ങളൊക്കെ സീറ്റ് കവർ ഉണ്ട്. സ്റ്റീരിയോ ഉണ്ട്. റിവേഴ്സ് ക്യാമറ ഉണ്ട്. എല്ലാം ചെയ്തിട്ടുള്ള വണ്ടിയാണ്. എത്ര ചോദിക്കണത്? ഇത് നമുക്ക് 2,45 രൂപ കൊടുക്കും. 2,45. 2,45 രൂപ കൊടുക്കും. ഇന്നോവ കാർ ഒറിജിനൽ കേരള വണ്ടിയാണ്. 2007 വണ്ടിയാണ്. 27 വരെ പേപ്പർ ഉണ്ട്. 25 വരെ പേപ്പർ ഉണ്ട്. 27 വരെ പേപ്പർ ഉണ്ട്. 2,75 ചോദിക്കുന്നത്. വാങ്ങാൻ വിളിച്ചോ. വാഗനർ സ്റ്റിംഗർ. ഇത് മോഡൽ എത്ര? ഇത് 2013 മോഡൽ. 2013 മോഡൽ VXi ആണ്. VXi ആണ് ഓപ്ഷൻ വരുന്നത് അല്ലേ. ഓക്കെ, വണ്ടി എത്ര ഓട്ടം ഉണ്ട്? ഇത് 1,37 ഓടിയിട്ടുണ്ട് അല്ലേ. വണ്ടി ഓണർഷിപ്പിലൊക്കെ ഉണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒന്നും മാറിയിട്ടൊന്നുമില്ല. ഇല്ല, ഒന്നും മാറിയില്ല. ഗ്ലാസ് ഒന്നും മാറിയില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട്. 75% അബോ എന്തായാലും ടയർ ഉണ്ട്. ഇൻഷുറൻസ് ഫുൾ കവർ നമ്മൾ പുതിയത് എടുത്ത് കൊടുക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് 2,80 കൊടുക്കാം ഫൈനൽ. 2,80. ഓക്കെ, 2013 മോഡൽ VXi ആണ്. VXi ആണ് വണ്ടി. ഓക്കെ, മാരുതിയുടെ വാഗനർ നമുക്ക് പരിചയപ്പെടാം.
ഇവിടെ വാഗണർ വണ്ടി 3 വണ്ടി ഉണ്ട് അല്ലേ ആശിത? 3 വണ്ടി ഉണ്ട്. ഓക്കെ, ഇത് മോഡൽ എത്ര? ഇത് 2013 മോഡൽ LXi. LXi. ഓക്കെ, വണ്ടി ആകെ 74,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. പിന്നെ KL 46 ഗുരുവായൂർ രജിസ്ട്രേഷൻ ആണ്. ഓക്കെ, ടയറൊക്കെ അത്യാവശ്യം ഓടുള്ള ടയേഴ്സ് ഉണ്ട്. ഇൻഷുറൻസ് ഫുൾ കവർ നമ്മൾ എടുത്തു കൊടുക്കും. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി ഒരു ഗ്ലാസ് ഒന്നും മാറിയില്ല. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. നല്ല വൃത്തിയുള്ള വണ്ടി, ക്വാളിറ്റി വണ്ടി. ഓക്കെ, ഇതിന് എത്ര ചോദ്യം? ഇത് 270 കൊടുക്കും ഫൈനലി. 270. എത്ര മോഡൽ പറഞ്ഞ? 2013 LXi 74,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി തന്നെ. 270 ആണ്. വേണമെങ്കിൽ പെട്ടെന്ന് നോക്കിക്കളി കേട്ടോ. ഇവിടെ നമുക്ക് മാരുതിയുടെ എർട്ടിഗ നമുക്ക് നോക്കാം. ആസിഫ് ഭായി, വണ്ടി എത്ര മോഡൽ വരുന്നത്? 2014 രജിസ്ട്രേഷൻ. 2014 റേസ് ആണ്. 13 മോഡൽ അല്ല? 13-12 മാസം വണ്ടി, 14 രജിസ്ട്രേഷൻ. ഓക്കെ. വണ്ടി ഓടിയുള്ളത് 1.28 ഓടിയുണ്ട്. വണ്ടിമേ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ടയറൊക്കെ പുതിയ ടയറുകളാണ്. ഒരു ക്വാർട്ടർ ക്ലാസ് പോലും വണ്ടി മാറിയില്ല. അത്യാവശ്യം നീറ്റായ ഒരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റാ. സർവീസ് ഒക്കെ പക്ക സർവീസിന് കമ്പനിയിൽ. ഒരു ടാക്സി കറക്കല്ല. നല്ല അടിപൊളി വണ്ടിയാ. 7 സീറ്റ് വണ്ടിയില്ല. ഇത് ചെറിയ പൈസ വരുന്നുള്ളൂ. എത്ര നിങ്ങൾ ചോദിക്കണേ? 4,15,000 രൂപ കൊടുക്കും. 14 രജിസ്ട്രേഷനിലേക്ക് നിർത്തിക്കുക. 4,15,000 രൂപ കൊടുക്കും. 4,15. ഡീസൽ വണ്ടിയല്ലേ? ഡീസൽ വണ്ടി 20ന്റെ മേലെ മൈലേജും കിട്ടും. 2013 ഡിസംബർ മാസം ഇറങ്ങിയ വണ്ടിയാണ്. 14 റൈസിന് വന്നിട്ടുള്ളത്. ഇതിന് ഇവർ ചോദിക്കുന്നത് 4,10. ഡീസൽ വണ്ടിയാണ്. പിന്നെ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് നോക്കിക്കോളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വണ്ടിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ ഏതെങ്കിലും വണ്ടികളെ ഡീറ്റെയിലോ ലൊക്കേഷനോ കാര്യങ്ങളോ ഇതിന്റെ വീഡിയോസോ ഫോട്ടോസോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ റാഷിദ് ഭായിനെ വിളിക്കുക. വീഡിയോയുടെ താഴെ മൊബൈൽ നമ്പർ ഉണ്ട്. ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പൊന്നാനി ടു പുത്തമ്പള്ളി റോഡാണ്. മലപ്പുറം ഡിസ്ട്രിക്റ്റ് ആണ് കേട്ടോ. ഒന്ന് കറക്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കും. ഇത് പൊന്നാനി ഗുരുവായൂർ റോഡിൽ മാറഞ്ചേരി. മാറഞ്ചേരി ടൗൺ തന്നെ അല്ല? ഓക്കെ. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചോ. അപ്പൊ നമുക്ക് ഈ ആൾട്ടോ 800ന്റെ ഡീറ്റെയിലേക്ക് പോകാം. ഇത് എത്ര മോഡലാണ്? 2013 മോഡൽ. ഓക്കെ. വണ്ടി ഓടിയുള്ളത് 83,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒരു റീപ്ലേസും ഇല്ല. ഒരു ഗ്ലാസും കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. നല്ല വൃത്തിയുണ്ട്. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഗുരുവായൂർ രജിസ്ട്രേഷൻ ആണ്. KL 46 രജിസ്ട്രേഷൻ. LXi ഓപ്ഷൻ അല്ല? LXi ഓപ്ഷൻ. ഓക്കെ. ഇത് എത്ര ചോദ്യം? ഇത് നമുക്ക് ഫൈനൽ ആയിട്ട് 1,70,000 രൂപ കൊടുക്കാം. 1,70,000. 2013 വണ്ടി. 13 LXi. ഓക്കെ, LXi ആണ്. വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം നോക്കി കളി കേട്ടോ. 13 വണ്ടിക്ക് ചോദിക്കുന്നത് 1,70,000. പിന്നെ തട്ടുമുട്ട് വരപ്പൊന്നും ഇല്ലാത്ത വണ്ടി, നല്ല വണ്ടിയാണ്. ഓക്കെ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ.